അവിടെ ചൂളടിക്കുന്നേ? കേട്ടിട്ടില്ലാത്ത ശബ്ദമാണല്ലോ. ന്യൂ അഡ്മിഷൻ ആണോ? ഞാൻ വന്നിട്ട് അധിക ദിവസമായില്ല. ആ, ഞാനിവിടെ കുറച്ച് ദിവസമായി. എല്ലാരും ഒന്ന് പരിചയപ്പെട്ടൊക്കെ വരുന്നു. കുട്ടി ടെലിഗ്രാമിലുണ്ടോ? ടെലിഗ്രാം അല്ല, ഇൻസ്റ്റഗ്രാമാണ് എനിക്കിഷ്ടം. അതുവഴിയാണ് ഞാനിവിടെ എത്തിയത്. അതെങ്ങനെ? ഇൻസ്റ്റഗ്രാമിൽ റീച്ച് കൂട്ടാൻ വേണ്ടി ഒന്ന് ബസ്സിൽ കയറിയതാ. അവസാനം ഇവിടെ വന്ന് ഇറങ്ങേണ്ട വന്നു. ചേട്ടൻ എങ്ങനെ ഇവിടെ എത്തി? കുട്ടി, അതൊരു വലിയ കഥയാണ്. ഞാൻ പറയാം. ആക്ച്വലി ഞാൻ ഇത് ചൊല്ലിയാകണോ? നീ അവളോ അഴകി. ചേട്ടോ, ഞാൻ പെട്ടെന്ന് വിഷയത്തിൽ നിന്ന് തെന്നി മാറി. കുട്ടിയുടെ ശബ്ദം കേൾക്കുമ്പോൾ എനിക്ക് എൻ്റെ മരിച്ചുപോയ മുറപ്പെണ്ണ് സൗദാമിനിയാണ് ഓർമ്മ വരുന്നത്. എന്താ അവിടെ ഒരു ബഹളം? ഇത് നിങ്ങളെ കാണാൻ പുറത്തൊരുത്തം വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്നെയോ? ആര്? എനിക്കങ്ങ് സമയമില്ല. 30 സെക്കൻഡ് മതി എന്നാ പറഞ്ഞേ. ഏതോ ഒരു ഗൂഗിൾ മഹേശ്വർ. അയ്യോ, ഇപ്പം പുറത്ത് തന്നെ എനിക്ക് മനസ്സമാനം തന്നിട്ടില്ല. ഇവിടെ വന്ന് നടക്കുമ്പോൾ ഇവിടെയും വന്നേക്കാണല്ലേ. ഞാൻ കക്കൂസിലാണെന്ന് പറഞ്ഞേക്ക്. ആരാ ചേട്ടാ കാണാൻ വന്നേ? അത് ഗോകുൽ മഹേശ്വർ എന്ന് പറഞ്ഞൊരുത്തനാ. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഇവിടെ നിന്ന് പോയതേ ഉള്ളൂ. ജാമ്യം കിട്ടി വീണ്ടും വന്നേക്കാണ്. ഒയ്യോ, അവനൊക്കെ പരാതി കൊടുത്തിട്ടാ ഞാൻ അകത്തായേ. ചേട്ടൻ ഇതുവരെ ആരാന്ന് പറഞ്ഞില്ലല്ലോ. ഞാനൊരു പൊതുപ്രവർത്തകനാണ് മോളൂസേ. ചിലപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ നാളത്തെ ആഭ്യന്തരമന്ത്രി വരെ ആവാൻ സാധ്യതയുള്ള ആളാണ്. അങ്ങനെ ആയാൽ ആദ്യം ഞാൻ ഈ ജയിലിൻ്റെ മതിലങ്ങ് പൊളിച്ചു കളയും. നമ്മുടെ ഇടയിൽ എന്തിനാ മോളെ ഈ അതിരുകളും മതിലുകളും ഒക്കെ? ശരിയാ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് കൊളാബ് അടിക്കായിരുന്നു. കൊളാബ് അടിക്കാൻ ഞാൻ എപ്പോഴും റെഡിയാണ് കേട്ടോ. എന്നാ നമുക്ക് ഇപ്പോൾ അടിച്ചാലോ? അതെങ്ങനെ? മുകളിലേക്കൊന്ന് നോക്കിക്കേ. ഇതെങ്ങനെ അകത്തേറ്റി? അതൊക്കെ ഉണ്ട്. എൻ്റെ ഇപ്പോൾ റീലിൽ നിൽക്കാൻ പേടിയുണ്ടോ? പേടിയോ? ഹൂ കേഴ്സ്? ഒന്ന് ക്യാമറ നോക്കി ചിരിച്ചോ, എനിക്കൊന്ന് കാണാനാ. കണ്ടോളൂ, എത്ര വേണേ കണ്ടോളൂ. ഓ മൈ ഗോഡ്, തേൻകൂട്ടം. ഇവൻ മതിലിൻ്റെ അപ്പുറത്ത് നിന്ന് വരെ ഗർഭുണ്ടാക്കും. എസ്കേപ്പ്. ഫോട്ടോ കണ്ടിട്ട് എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഹലോ മോളൂസേ, പോയോ? എന്താ മോളൂസേ, ജാടയാണോ? ഹലോ, ഒന്നും കേൾക്കുന്നില്ല. ജാടയില്ലാത്ത ആരെങ്കിലും ഒരു ആയി തരൂ. മോളൂ.